2ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിലെ 2ാമത്തെ പാഠം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാഠം 2. അസ്സലാമു അലൈക്കും. 1ാമത്തെ പാഠത്തിൽ ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളെക്കുറിച്ച് നാം പഠിച്ചു. ഇനി നമുക്ക് ഈ പാഠത്തിൽ സലാം പറയലിനെ കുറിച്ച് പഠിക്കാം. ചിത്രം നോക്കൂ. ഇനി നമുക്ക് ഈ പാഠം നോക്കാം. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ മുഅ്മിനാവാതെ സ്വർഗത്തിൽ കടക്കുകയില്ല. സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ആരാവണം? മുഅ്മിനാവണം. മുഅ്മിൻ എന്നാൽ സത്യവിശ്വാസി എന്നാണ് അർത്ഥം. നിങ്ങൾ സത്യവിശ്വാസിയാവാതെ സ്വർഗത്തിൽ കടക്കുകയില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ മുഅ്മിനാവുകയില്ല. മുഅ്മിനാവണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. സ്വർഗത്തിൽ കടക്കണമെങ്കിൽ മുഅ്മിനാവണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. പരസ്പരം സ്നേഹമുണ്ടാകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നാലോ? പരസ്പരം സ്നേഹമുണ്ടാകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നാലോ? നിങ്ങൾ പരസ്പരം സലാം വ്യാപിപ്പിക്കുക. മുത്തുനബി എന്താണ് പറഞ്ഞത്? നിങ്ങൾ പരസ്പരം സലാം വ്യാപിപ്പിക്കുക. നിങ്ങൾ പരസ്പരം സലാം പറയലിനെ വ്യാപിപ്പിക്കുക. മുസ്ലിംകൾ പരസ്പരം സലാം പറയണം. മുസ്ലിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ സലാം പറയണം. സ്വർഗത്തിൽ കടക്കാൻ മുഅ്മിനാവണം. സ്വർഗത്തിൽ കടക്കണമെങ്കിൽ മുഅ്മിനാവണം. സ്വർഗത്തിൽ കടക്കാൻ മുഅ്മിനാവണം. മുഅ്മിനാവാൻ പരസ്പരം സ്നേഹം വേണം. സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹം ഉണ്ടാകും. സലാം പറയൽ വ്യാപിപ്പിച്ചാൽ സ്നേഹം ഉണ്ടാകും. അതുകൊണ്ട് നാം മറ്റുള്ളവരെ മുസ്ലിംകളെ കണ്ടാൽ സലാം പറയണം. അസ്സലാമു അലൈക്കും എന്നാണ് സലാം പറയുക. അസ്സലാമു അലൈക്കും എന്നാണ് സലാം പറയുക. എങ്ങനെയാണ് സലാം പറയേണ്ടത്? അസ്സലാമു അലൈക്കും. വ അലൈക്കുമുസ്സലാം എന്നാണ് സലാം മടക്കുക. സലാം മടക്കേണ്ടത് വ അലൈക്കുമുസ്സലാം എന്നാണ്. സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹമുണ്ടാകും. സലാം പറയേണ്ടത് അസ്സലാമു അലൈക്കും എന്നാണ്. മടക്കേണ്ടത് വ അലൈക്കുമുസ്സലാം എന്നാണ്. അസ്സലാമു അലൈക്കും. വ അലൈക്കുമുസ്സലാം. അസ്സലാമു അലൈക്കും വ അലൈക്കുമുസ്സലാം. ഇത് രണ്ടും നന്നായി എഴുതി പഠിക്കാം. തദ്രീബാത്ത് പഠന പ്രവർത്തനങ്ങൾ. 1. നിറം നൽകാം. അസ്സലാമു അലൈക്കും. വ അലൈക്കുമുസ്സലാം. അസ്സലാമു അലൈക്കും എന്നതിന് ഭംഗിയായി നിറം നൽകാം. വ അലൈക്കുമുസ്സലാം അതിനും ഭംഗിയായി നിറം നൽകാം. നല്ല വൃത്തിയായി ഭംഗിയായി നിറം നൽകാം. അടുത്തത് ഉത്തരം എഴുതാം.
ഒന്ന്, സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്? അതിൻ്റെ ഉത്തരം സ്നേഹം ഉണ്ടാകും. സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്? അതിൻ്റെ ഉത്തരം സ്നേഹം ഉണ്ടാകും. അടുത്തത് പ്രയോഗിക്കാം. ഒന്ന്, ക്ലാസ്സിൽ കയറുമ്പോൾ സലാം പറയൽ. ഇത് നമ്മുടെ നിത്യ ജീവിതത്തിൽ ശീലമാക്കാനുള്ളതാണ്. ക്ലാസ്സിൽ കയറുമ്പോൾ സലാം പറയൽ. 2, മദ്രസയിലേക്ക് പോകുമ്പോൾ വീട്ടുകാർക്ക് സലാം പറയൽ. മദ്രസയിലേക്ക് പോകുമ്പോൾ വീട്ടുകാർക്ക് സലാം പറയൽ. ഇത് നമ്മൾ ശീലിക്കണം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീട്ടുകാരോട് സലാം പറയണം. മദ്രസയിലേക്ക് കയറുമ്പോൾ ക്ലാസ്സിലുള്ളവരോടും ഉസ്താദുമാരോടും സലാം പറയണം. 4, ചാർട്ട് തയ്യാറാക്കാം. അസ്സലാമു അലൈക്കും എന്നെഴുതിയ ചാർട്ട് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. അസ്സലാമു അലൈക്കും എന്ന് വൃത്തിയായി എഴുതി ഒരു ചാർട്ടിൽ എഴുതി അത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 2ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.